വിശുദ്ധ മർക്കോസ് വിശേഷം അധ്യായം 6. അക്കാലത്ത് യേശുവും ശിഷ്യന്മാരും കടൽ കടന്ന് ഗനാസ്രത്തിലെത്തി. വഞ്ചി കരയ്ക്കടുപ്പിച്ചു. കരയ്ക്കിറങ്ങിയപ്പോൾ തന്നെ ആളുകൾ അവനെ തിരിച്ചറിഞ്ഞു. അവർ സമീപ പ്രദേശങ്ങളെല്ലാം ഓടി നടന്ന് രോഗികളെ കിടക്കയോടുകൂടി എടുത്ത് അവനുണ്ടായിരുന്നുവെന്ന് കേട്ട സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ തുടങ്ങി. ഗ്രാമങ്ങളിലോ നഗരങ്ങളിലോ നാട്ടിൻ പ്രദേശങ്ങളിലോ അവൻ ചെന്നെത്തിരുന്ന ഇടങ്ങളിലെല്ലാം ആളുകൾ രോഗികളെ കൊണ്ടുവന്ന് പൊതുസ്ഥലങ്ങളിൽ കിടത്തുമായിരുന്നു. അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിലെങ്കിലും സ്പർശിക്കുവാൻ അനുവദിക്കണമെന്ന് അവർ അപേക്ഷിച്ചു. സ്പർശിച്ചവരെല്ലാവരും സൗഖ്യം പ്രാപിക്കുകയും ചെയ്തു. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവതിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ ക്രിസ്തു സ്പർശനത്തിൻ്റെ ആത്മീയത ധ്യാനിക്കാം. വിശുദ്ധ ബൈബിളിൽ യേശു അനേകരെ സ്പർശിച്ച് സൗഖ്യപ്പെടുത്തുന്ന രംഗം നമ്മൾ വിസ്മയത്തോടു കൂടി കാണുന്നുണ്ട്. യേശു തൊട്ടവരും യേശുവിനെ തൊടുന്നവരുമൊക്കെ സൗഖ്യപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിലാണ് സൗഖ്യം പ്രാപിക്കുന്നതെന്ന് ക്രിസ്തു പ്രഖ്യാപിക്കുകയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും വിശ്വാസത്തിൻ്റെ ആഴം എത്രമാത്രമാണോ അത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ രക്ഷയുടെ അനുഭവം ഉണ്ടാകും. ശാരീരികമോ മാനസികമായ സൗഖ്യത്തിനപ്പുറം ഒരു നിത്യരക്ഷയുടെ ആത്മീയ ബലവും ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിലൂടെ നാം സ്വന്തമാക്കുന്നുണ്ട്. രോഗശാന്തി ശുശ്രൂഷ യേശുവിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി തീരുന്നത് അത് അവർക്ക് ആവശ്യമായതുകൊണ്ടാണ്. ജനങ്ങൾ ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിൽ എപ്പോഴും സൗഖ്യത്തിൻ്റെ കൃപയും നന്മയും അവർ അനുഭവിച്ചു. അവർ അനേകർക്ക് വേണ്ടി ക്രിസ്തു സന്നിധിയിൽ വരികയും രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. യേശുവിൻ്റെ ഓരോ സ്പർശനവും അനേകം വീണ്ടെടുപ്പിന് കാരണമാകുന്നുണ്ട്. വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിൽ ജീവിക്കുമ്പോൾ നമുക്ക് സൗഖ്യത്തിൻ്റെ രക്ഷ സ്വന്തമാക്കുവാൻ സാധ്യമാകും. വിശ്വാസം എന്നത് കാണപ്പെടാത്ത ഉണ്ട് എന്ന ബോധ്യവും പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പുമാണ് എന്ന് ഹെബ്രായർക്കെഴുതിയ ലേഖനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സത്യത്തിൽ വിശ്വാസത്തിൽ ആഴപ്പെടുമ്പോഴാണ് സൗഖ്യത്തിന് ബലമുണ്ടാവുക. നമ്മുടെ ഒരിടത്തിടെയും വിശ്വാസ ജീവിതത്തെക്കുറിച്ച് ആഴമായി ധ്യാനിക്കുവാൻ ഈ ദിനം നമുക്കും പരിശ്രമിക്കാം. ക്രിസ്തുവിൻ്റെ ഏറ്റവും മഹത്തായ ലാളിത്യം നിറഞ്ഞ സ്നേഹമാണ് സൗഖ്യത്തിലൂടെ നൽകുക. ഒരു വലിയ ജനക്കൂട്ടം യേശുവിനെ അന്വേഷിച്ച് കണ്ടെത്തുകയാണ്. യേശു ഉണ്ട് എന്ന് കരുതുന്ന ഓരോ ഇടങ്ങളിലേക്കും ഒരു ജനാവലി ഓടി നടക്കുകയാണ്. അവിടെ പ്രതീക്ഷയും വളരെ വലുതാണ്. യേശുവിനെ കണ്ടുമുട്ടുമ്പോൾ, യേശുവിൻ്റെ സാന്നിധ്യം അറിയുമ്പോൾ അവർക്ക് വല്ലാത്തൊരു ആനന്ദമാണ്. കാരണം അവർക്കൊരിക്കലും അനുഭവിക്കുവാൻ കഴിയാത്ത പ്രതീക്ഷയ്ക്കും ഉപരിയായ വലിയ സന്തോഷം ക്രിസ്തു സാന്നിധ്യത്തിൽ അവർക്ക് ലഭിക്കുന്നുണ്ട്. തീർച്ചയായും യേശു ഇന്ന് നമ്മോടൊപ്പമുണ്ട്. വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് അവനെ നോക്കിക്കാണുവാനും ആ സ്നേഹസ്പർശനം അനുഭവിക്കുവാനും നാം ഒന്ന് പരിശ്രമിച്ചാൽ ഇന്നും ഈ കാലഘട്ടത്തിൽ ക്രിസ്തു സ്നേഹത്തിൽ അവൻ്റെ സൗഖ്യത്തിൽ നമുക്ക് ജീവിക്കുവാൻ സാധ്യമാകും. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.